ഗുരുദേവൻ പറയുന്നു, നിഷ്പക്ഷമായ ആത്മപരിശോധനയ്ക്കായി സമയം കണ്ടെത്തുവാൻ. നിഷ്പക്ഷമായ ആത്മപരിശോധന എത്രമാത്രം പ്രിയപ്പെട്ട ശബ്ദമാണ് ഗുരുദേവൻ ഉപയോഗിച്ചത്. പലപ്പോഴും വിമർശനാത്മകമായി ആത്മപരിശോധന നടത്തുമ്പോൾ കുറ്റങ്ങളും കുറവുകളുമെല്ലാം അവനവനിൽ തന്നെ കാണാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ നന്മയും കുറെയൊക്കെ ഉണ്ടല്ലോ. ഭൂമി കുഴിക്കുമ്പോൾ നമുക്ക് നിധി കിട്ടിയേക്കാം, അസ്ഥികൂടങ്ങൾക്കും സാധ്യതയുണ്ടല്ലോ. പക്ഷേ രണ്ടും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഗുരുദേവൻ നിഷ്പക്ഷമായ വിലയിരുത്തലിന് നിർദ്ദേശിച്ചത്. മറ്റുള്ളവരെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ശീലം. അതല്ല നാം ചെയ്യേണ്ടത്. വിലയിരുത്തേണ്ടത് സ്വയം അവനവനെയാണ്. കുറവുകൾ കണ്ടെത്താനുള്ള വാസന, അതിലാണല്ലോ നമ്മൾക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി ഫാനുകൾ ആവശ്യമുണ്ടായിരുന്നു, കൂളറുകൾ ആവശ്യത്തിനില്ല, ഇത്ര ആളുകൾക്കും വേണ്ട സൗകര്യങ്ങൾ ഇവിടെയില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി ഭഗവാനിൽ വരെ തെറ്റുകൾ കുറവുകളും കണ്ടെത്തി ഈ ലോകത്തിലെ ഒന്നും ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നു. ഡോക്ടർമാരുടെ പരിശോധനയൊന്നും ശരിയല്ല, ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത്, ഒന്നും ശരിയല്ല. അങ്ങനെ ഭാര്യയുണ്ടാക്കുന്ന ഭക്ഷണം മുതൽ സർക്കാരിന്റെ പ്രവർത്തനം വരെ ആയിരക്കണക്കിന് തെറ്റുകൾ അവൻ കണ്ടെത്തിയിരിക്കുന്നു. സ്വന്തം കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തിയെടുക്കാനാണ് വിഷമം.